രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗിക പീഡന കേസിൽ യുവതിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. 2 തവണ വീര്യം കൂടിയ ഗർഭചിത്ര മരുന്ന് നൽകി. അശാസ്ത്രീയമായാണ് ഗർഭചിത്രം നടന്നത്. രക്തസ്രാവത്തെ തുടർന്ന് ആരോഗ്യനില അന്ന് മോശമായിരുന്നു. ഇതേ തുടർന്ന് 2 ആശുപത്രികൾ ചികിത്സ തേടിയതായും യുവതി മൊഴിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയ ഘട്ടത്തിലാണ് യുവതി ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറയുന്നത്. ഗർഭചിത്രത്തിന് 2 തവണ മരുന്ന് താൻ കഴിച്ചു. രക്തസ്രാവം ഉണ്ടായി. ഡോക്ടറുടെ കുറിപ്പടികളിലൊന്നും തന്നെ ഇല്ലാതെയാണ് മരുന്ന് എത്തിച്ചു നൽകിയതെന്നുമാണ് യുവതി പറയുന്നത്. 2 മാസത്തിന് ശേഷമാണ് ഗർഭചിത്രം നടത്തിയതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ആശുപത്രിയുടെ വിവരങ്ങളും പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഗർഭചിത്രം നടത്തിയെങ്കിൽ എന്ത് മെഡിക്കൽ തെളിവാണ് ഉള്ളതെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. നിലവിൽ രാഹുൽ ഒളിവിലാണ്. രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജ്ജപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടെയും തിരുവനന്തപുരത്തെയും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സമാന്തരമായി അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. അറസ്റ്റ് ചെയ്യുന്നതിന് കോടതി ഒരു തടസ്സവും ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, പാലക്കാട്.